സർക്കാർ ഓഫീസുകൾ ലക്ഷ്യമിട്ട് തുടർച്ചയായ മോഷണ ശ്രമം. കോളിയാടിയിലെ നെന്മേനി കൃഷിഭവനിൽ വീണ്ടും മോഷണ ശ്രമം നടന്നു. കൃഷിഭവന്റെ പ്രധാന വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്തു കടക്കാൻ ശ്രമിച്ചത്. 10 ദിവസത്തിനുള്ളിൽ ഇതേ ഓഫീസിൽ ഇത് രണ്ടാം തവണയാണ് മോഷണ ശ്രമം നടക്കുന്നത്. ഇന്ന് രാവിലെ പതിവ് പോലെ കോളിയാടി നെന്മേനി കൃഷിഭവൻ തുറക്കാനെത്തിയ ജീവനക്കാരനാണ് പ്രധാന വാതിലിന്റെ പൂട്ട് പൊളിഞ്ഞു കിടക്കുന്ന നിലയിൽ ആദ്യം കണ്ടത്. ഇവർ ഉടൻ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെയും തുടർന്ന് നൂൽപ്പുഴ പോലീസിലും വിവരമറിയിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ ഇത് രണ്ടാം തവണയാണ് ഈ കൃഷിഭവനിൽ മോഷണ ശ്രമം നടക്കുന്നത്. ഇതിനു മുൻപ് സമാനമായ രീതിയിൽ പൂട്ട് പൊളിച്ച് അകത്തു കടക്കാൻ ശ്രമം നടന്നിരുന്നെങ്കിലും അന്ന് യാതൊന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. ഇതിനു പുറമെ 3 ദിവസം മുൻപ് തൊട്ടടുത്തുള്ള വെറ്റിനറി സബ് സെന്ററിന്റെ പൂട്ടും പൊളിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അവിടെ നിന്നും വിലപിടിപ്പുള്ള വസ്തുക്കളോ രേഖകളോ നഷ്ടപ്പെട്ടിരുന്നില്ല. തുടർച്ചയായുള്ള ഇത്തരം സംഭവങ്ങളിൽ ദുരൂഹതയുണ്ടെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. 3 പ്രാവശ്യമായി പൂട്ടുപോ പൊളിക്കുന്നു. അപ്പൊ എന്തിനു വേണ്ടി അത് ചെയ്യുന്നതെന്ന് അറിയില്ല. ഒരു സാധനങ്ങളൊട്ട് പോയിട്ടില്ല. കൃഷിഭവനില് എല്ലാ കാര്യങ്ങളും സുരക്ഷിതമായിട്ടുണ്ട്. പക്ഷെ ഇത് ആരോ ഒരു വൈരാഗ്യം തീർക്കുന്ന പോലെയാണ് ഇത് ചെയ്യുന്നത്. എന്താണ് ഇത് സംഭവം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതിന് വേണ്ട നടപടികൾ ഡിപ്പാർട്ട്മെന്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത്തവണയും ഓഫീസിൽ നിന്ന് യാതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ജീവനക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓഫീസുകൾ ലക്ഷ്യമിട്ട് തുടർച്ചയായി നടക്കുന്ന ഇത്തരം സംഭവങ്ങളെ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. വിവരമറിഞ്ഞ പോലീസിനൊപ്പം ഫോറൻസിക് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. നൂൽപ്പുഴ SHOയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, വയനാട്.